ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നുള്ളത് കടമക്കുടിയിലാണ്. കൊച്ചി കടമക്കുടിയിൽ പ്രകൃതി വിസ്മയം കൊണ്ട് വിരുന്നൊരുക്കിയ ഒരു കൊച്ചു ദ്വീപ് എന്ന് തന്നെ പറഞ്ഞിരിക്കട്ടെ. ഇടപ്പള്ളിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെ വരാപ്പുഴയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചു ദ്വീപ് സൂര്യാസ്തമയം കാണാനും സൂര്യ ഉദയം കാണാനും പറ്റിയ സ്ഥലം. കൊച്ചിയിൽ നല്ല പ്രകൃതി വിരുന്നൊരുക്കിയ ഈ സ്ഥലം നമുക്ക് കാണുമ്പോൾ തന്നെ പക്ഷികളും നീലക്കോഴികളും മറ്റനേകം ജീവജാലങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പണ്ട് ഏകദേശം കുറേ സ്ഥലങ്ങൾ ഇവിടെ പാടങ്ങളായിരുന്നു, നെൽകൃഷിയായിരുന്നു. എന്നാൽ ഇന്ന് മഴ കാരണം ഇവിടെ കൂടുതൽ വെള്ളം കയറി, അതും പ്രകൃതി ഒരു വിസ്മയമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കൂടുതൽ ചെമ്മീൻ കെട്ടുകളും കാര്യങ്ങളുമാണ് നടക്കുന്നത്. കാരണം വെള്ളം ഇറക്കി നെൽകൃഷി ചെയ്യുന്നത് കൂടുതൽ നഷ്ടമായതിനാൽ തന്നെ ഇവിടെ ചെമ്മീൻ കെട്ടുകൾ പോലുള്ള കാര്യങ്ങളാണ് അന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രകൃതിയുടെ ഈ വിരുന്ന് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൊന്നിൽ കുളിച്ച് നിൽക്കുന്ന ചന്ദ്രിക വസന്തം എന്ന് പറയുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. അല്പനേരം കൂടെ കഴിഞ്ഞാൽ സൂര്യൻ മാമൻ ഇപ്പം താഴോട്ട് പോകും. പിന്നെ അത് കഴിഞ്ഞ് നാളെ വരും. ഓരോ പുലരിയും അങ്ങനെ പുലരുന്നു. അപ്പം അങ്ങനെ നമുക്ക് പുലരിയും നമ്മുടെ സൂര്യാസ്തമയം കാണാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ കടമക്കുടി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ കൊച്ചു ദ്വീപ് പ്രകൃതി രമണീയമായതിനാൽ വളരെയധികം സഞ്ചാരികൾ ഇവിടെ കാണാൻ വരുന്നുണ്ട്. മാത്രമല്ല, ഈ കിറുക്ക് പിടിച്ചിരിക്കുന്നവന്മാർക്ക് ഈ പ്രകൃതി രമണീയ കണ്ട് ചായ കുടിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ചായക്കടകളുണ്ട്. മാത്രമല്ല, ഇവിടെ കയാക്കിങ്ങും ചീനവലയും ചൈനയുടെ ചീനവലയും പിന്നെ ഇവിടെ ചെറിയൊരു ഓപ്പൺ ജിമ്മും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾ എത്രയോ ഭാഗ്യം ചെയ്തവരാണെന്ന് ഞാൻ ചിന്തിച്ചു. കാരണം നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം, പിന്നെ സൂര്യാസ്തമയം കാണാം, സൂര്യ ഉദയം കാണാം, അങ്ങനെ പലതും കാണാം. ഞാൻ ഈവനിങ് പോയത് കൊണ്ട് തന്നെ ഞാൻ സൂര്യ അസ്തമയം വളരെയധികം ഭംഗിയായിട്ട് കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സൂര്യാസ്തമയം വളരെ ഭംഗിയായിട്ട് കാണുന്നത്. എനിക്ക് വളരെ മനസ്സിനധികം സന്തോഷം തോന്നി. പ്രകൃതിയുടെ ഈ വിരുന്നുകൾ നമ്മൾ കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നിങ്ങളെയും ഫസ്റ്റ് ഇത് വന്നൊന്ന് കാണണം, നല്ല രീതിക്ക് ആസ്വദിക്കണം. അങ്ങനെ പല സ്ഥലങ്ങൾ നമ്മുടെ ലോകത്ത്, നമ്മുടെ ഈ ഉരുണ്ടിരിക്കുന്ന ഭൂമിയിൽ ഉണ്ട്. നമ്മളത് കാണേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ പിന്നെ വെറുതെ ചത്ത് മലച്ച് അങ്ങോട്ട് പോയിട്ട് എന്തോത്തിനാ? ഇതെല്ലാം കാണാണ്ട് നമ്മൾ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ജീവിതത്തിൻ്റെ പ്രഷറോട്ടം അത് നിർത്തി നമ്മൾ ഇതുപോലുള്ള ആസ്വദിക്കാനും കൂടെ പഠിക്കണം. അപ്പോൾ എന്തായാലും എനിക്കിങ്ങനെയുള്ള ആസ്വാദനം വളരെയധികം ഇഷ്ടമായതിനാൽ തന്നെ ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകാറുണ്ട്. എനിക്ക് ആ പോയതിൽ ഏറ്റവും ഇഷ്ടം ഈ കടമക്കുടിയാണെന്ന് ഞാൻ നിങ്ങളോടായിട്ട് പറയട്ടെ. അതിലേറ്റവും വൃത്തികേടായിട്ട് എനിക്ക് തോന്നിയത് ഈ കാണുന്ന പോലെ ഈ സഞ്ചാരികൾ വന്ന് അവിടെ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതാണ്. ഇത്രയും സാക്ഷരത നേടിയിട്ടും നമ്മുടെ ലോകം എന്താ ഇങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചു പോയി. എന്തായാലും ഞാൻ മുന്നോട്ട് നടക്കുകയാണ് പ്രകൃതിയുടെ വിരുന്നുകൾ കണ്ട്. രണ്ട് സൈഡിലും വെള്ളമാണ്, നടുക്കൂടെ റോഡ്, അങ്ങനെ ഓരോ സൈഡിലും പാർട്ടീഷനായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ചായയും കുടിച്ചങ്ങ് വിടാമെന്ന് വിട്ടു. അപ്പോൾ എന്തായാലും ഞാൻ ഇനി അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാം. നിങ്ങളും ഇതുപോലൊക്കെയുള്ള കാഴ്ചകൾ കാണാൻ ഇടയാകട്ടെ, നേരിട്ട് പോയി കാണട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.